പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ വിജയിക്കാനാണ് പോകുന്നത്. നല്ല സ്വീകാര്യത ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ എന്താണ് ഈ പറയുന്ന പ്രചരണത്തിൻ്റെ അടിസ്ഥാനം? നേരത്തെ ഗുരുവായൂരിലൊരു RSS നേതാവ് പറഞ്ഞൊരു കാര്യം, ഒരു BJP നേതാവ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഏകദേശം അതിന് സമാനമല്ലേ ഇവിടെ പറഞ്ഞ കാര്യം? നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയില്ലേ സുന്ദരസ്വാമിയെ? സുന്ദരസ്വാമി ആയിരുന്നില്ലേ ഇവിടെ കുറേ കാലം MLA ആയിട്ടുണ്ടായിരുന്നു? ആ സുന്ദരസ്വാമിയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ചരിത്രമല്ലേ? നൗഷാദായിരുന്നില്ലേ? ഞങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ അദ്ദേഹം? ഇപ്പോൾ ഈ ജില്ലയിലെ നേതാവല്ലേ അദ്ദേഹം? ഏത് തരത്തിലാണ് പാലക്കാട് സ്വീകരിച്ചത്? അപ്പോൾ തെറ്റായൊരു പ്രചരണം മറ്റൊരു ആംഗിളിലൂടെ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ആരോപണം അതിൻ്റെ വഴിക്കങ്ങ് പോകും, ഞങ്ങൾ നല്ല നിലക്ക് ജയിച്ചു വരികയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.